ഇൻസ്ട്രക്ടർമാർക്കും പഠിതാക്കൾക്കും ഹലോ. ഇന്ന് ഞങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഓർഗനൈസേഷനും മാനേജ്മെന്റും എന്ന വിഷയം പര്യവേക്ഷണം ചെയ്യുകയാണ്. ഈ പാഠത്തിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും പരിശീലനവും മാനേജ്മെന്റ് ഉത്തരവാദിത്തങ്ങളും, വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിശീലന മാനേജ്മെന്റ് എന്നിവയിൽ ആസൂത്രണം ചെയ്യുക. ക്ലാസ് റൂം മാനേജ്മെന്റ്, ട്രെയിനിങ് റെസ്പോൺസിബിലിറ്റി ഇൻ ഇൻസ്ട്രക്ഷണൽ ഏരിയ. പ്രബോധന മേഖലയിലെ അധ്യാപകൻ അല്ലെങ്കിൽ പരിശീലകൻ ആസൂത്രണം ചെയ്യുക. പഠിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്, പാഠങ്ങൾ നൽകൽ, പഠന പ്രവർത്തനങ്ങൾ നയിക്കുക, കഴിവുകൾ പ്രകടിപ്പിക്കുക, വൈദഗ്ധ്യം പരിശീലിപ്പിക്കുക, ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുക, അവലോകനങ്ങളും പുരോഗമന പരിശോധനകളും ചർച്ചകളും നടത്തുക, രോഗനിർണയവും പരിഹാരവും നൽകുന്നതിനുള്ള ചുമതലകൾ നിർവഹിക്കുന്നു. ഈ പ്രവർത്തനത്തിലുടനീളം അധ്യാപകൻ ആസൂത്രണം ചെയ്യുകയും തയ്യാറാക്കുകയും വിശദീകരിക്കുകയും ചോദ്യം ചെയ്യുകയും നിർദ്ദേശങ്ങൾ നൽകുകയും വേണം. മാനേജറൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇൻസ്ട്രക്ഷണൽ ഏരിയ. പരിശീലന ശില്പശാലയുടെ പേര് തന്നെ പ്രായോഗിക പരിശീലനം നൽകുന്ന സ്ഥലമാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രായോഗികമെന്ന് പറയുമ്പോൾ നൽകുന്ന പരിശീലനം കൂടുതൽ വൈദഗ്ധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് വ്യക്തമാണ്. അതിനാൽ ഒരു പ്രത്യേക വ്യാപാരത്തിനായുള്ള യന്ത്രസാമഗ്രികളും ഉപകരണങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ അത് ക്രമാനുഗതമായി ക്രമീകരിക്കേണ്ടത് ബന്ധപ്പെട്ട പരിശീലകരുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ പരിശീലകൻ ഒരു നല്ല ഹൗസ് കീപ്പിംഗ് തത്വം സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ മെഷീനുകൾ ഒരു വർക്ക്ഷോപ്പിൽ സ്ഥാപിക്കുന്നതിനു മുൻപ് ഒരു ഇൻസ്ട്രക്ടർ മെഷീനുകൾക്കുള്ള ശരിയായ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വർക്ക്ഷോപ്പിന്റെ പരുക്കൻ ലേ ഔട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. യഥാർത്ഥ ക്രമീകരണം നടത്തുമ്പോൾ യന്ത്രങ്ങൾക്കിടയിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടെന്ന് കാണും. അതിനാൽ തിരക്കുണ്ടാകില്ല. യന്ത്രം പ്രവർത്തിപ്പിക്കുന്നതിനും ഓപ്പറേറ്റർമാർക്കും മതിയായ ഇടമുണ്ടായിരിക്കണം. യന്ത്രങ്ങളുടെ ഒരു ഭാഗം ആളുകൾക്കും മെറ്റീരിയലുകൾക്കും അസൗകര്യമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തറയുടെ അറ്റകുറ്റപ്പണിയും ഒരു പ്രധാന ഘടകമാണ്. ഇല്ലെങ്കിൽ അപകടം സംഭവിക്കാം. സാമഗ്രികൾ സംഭരിക്കുന്നതിന് ശരിയായ സൗകര്യങ്ങളുണ്ടെന്നും കാണണം. വർക്ക്ഷോപ്പിലുടനീളം മെറ്റീരിയലുകൾ സൂക്ഷിച്ചാൽ അത് ജോലിക്ക് അസൗകര്യമുണ്ടാകും. ഈ ഘടകങ്ങൾക്ക് പുറമെ വർക്ക്ഷോപ്പ് രൂപകൽപ്പന ചെയ്യുമ്പോൾ ശരിയായ വായു, വെളിച്ചം, ശരിയായ നിറങ്ങളുടെ ഉപയോഗം, ഫസ്റ്റ് എയ്ഡ് ബോക്സുകളുടെ ലഭ്യത, അഗ്നിശമന ഉപകരണങ്ങൾ, ശുചിത്വം അടങ്ങിയ മറ്റ് സൗകര്യങ്ങൾ വർക്ക്ഷോപ്പിൽ ലഭ്യമാക്കുന്നത് ഒരു ഇൻസ്ട്രക്ടർ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ നല്ല വീട്ടുജോലി ഒരു പ്രധാന ഘടകമാണ് ഒരു വർക്ക്ഷോപ്പ് രൂപകൽപ്പന ചെയ്യുന്നതിന്. പ്ലാനിംഗ് ഇൻ എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് മാനേജ്മെന്റ്. വിദ്യാഭ്യാസ പരിശീലന മാനേജ്മെന്റിന്റെ പ്രധാന ഗുണങ്ങളിൽ ഒന്നാണ് ആസൂത്രണം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും കൈവരിക്കുന്നതിന് കാര്യക്ഷമമായ ആസൂത്രണവും സംഘാടനവും സ്റ്റാഫിംഗ് സംവിധാനവും നിയന്ത്രണവും ആവശ്യമാണ്. ഭൗതിക സൗകര്യങ്ങൾ, അധ്യാപകർ, ലൈബ്രറി സേവനങ്ങൾ, പാഠ്യപദ്ധതി, സഹപാഠ്യ പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി പരിപാടികളിലെ പങ്കാളിത്തം എന്നിവ മെച്ചപ്പെടുത്താൻ ഒരു നല്ല പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതി നിലവിൽ വരാനുള്ള ഒരു മാർഗമാണ് സംഘടന. ആസൂത്രണവുമായും ജനങ്ങളുടെ പരിശ്രമങ്ങളുമായും സംഘടന നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു മാധ്യമമാണ്. അതിലൂടെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും ഭരണകൂടം രേഖപ്പെടുത്തുന്നു. ക്ലാസ് റൂം പ്രക്രിയകൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല പ്ലാൻ തയ്യാറാക്കുന്നതിന് പരിഗണിക്കേണ്ട പോയിന്റുകൾ. പദ്ധതിയുടെ ഉദ്ദേശം നിർണ്ണയിക്കണം. ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ ആസൂത്രണം, ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് എന്നിവ വ്യക്തമായി നിർവചിക്കപ്പെട്ട കാഴ്ചപ്പാടിലും ദൗത്യത്തിലും രൂപപ്പെടുത്തണം. വിദ്യാർത്ഥികളുടെ വിവിധ ആവശ്യങ്ങളും താൽപ്പര്യങ്ങളും നിറവേറ്റുന്നതിനുള്ള പദ്ധതികൾ സംഘടിപ്പിക്കണം. ആസൂത്രണം, ഓർഗനൈസേഷൻ, മാനേജ്മെന്റ് എന്നിവയിലൂടെ കൈവരിക്കേണ്ട മാനദണ്ഡങ്ങൾ സജ്ജീകരിക്കുകയും പെർഫോമൻസ് നിരീക്ഷിക്കുകയും വേണം. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരിഷ്കരണത്തിനും നവീകരണത്തിനും പ്ലാനുകൾ വേണ്ടത്ര അറിവുള്ളതായിരിക്കണം. പ്ലാൻ പ്രവർത്തിപ്പിക്കുന്നതിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും പൂർണ്ണ ആശയവിനിമയം വേണം. പദ്ധതികൾ കൈവരിക്കുന്നതായിരിക്കണം. എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ സഹായിക്കുന്ന മാനവ വിഭവശേഷി, ഭൗതിക സ്രോതസ്സുകൾ, തത്വങ്ങൾ, ആശയങ്ങൾ എന്നിവയുടെ ഒപ്റ്റിമൽ ഉപയോഗം മാത്രമല്ല, അവയ്ക്കെല്ലാം ഇടയിലുള്ള ശരിയായ ഏകോപനവും ക്രമീകരണവും ആവശ്യമാണ്. ക്ലാസ് റൂം മാനേജ്മെന്റ് നിസ്സംശയമായും അധ്യാപകരുടെ മാനേജ്മെന്റ് കഴിവുകളെ ആശ്രയിച്ചിരിക്കുന്നു. ക്ലാസ് റൂം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളിൽ അധ്യാപകർക്ക് പരിശീലനം നൽകണം. അർത്ഥവത്തായ പഠന പ്രക്രിയ സംഘടിപ്പിക്കുക. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു വേദി സൃഷ്ടിക്കുക. വിദ്യാർത്ഥികളെ അറിയുക. വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക. ഓരോ വിദ്യാർത്ഥിയുടെയും നേട്ടങ്ങൾ വിലയിരുത്തുക.
പഠനത്തിനും മറ്റും അനുയോജ്യമായ ഒരു ഉത്തേജക അന്തരീക്ഷം സൃഷ്ടിക്കുക. അതിലൂടെ അവർക്ക് ഫലപ്രദമായ ക്ലാസ് റൂം മാനേജർമാരാകാൻ കഴിയും. വിഷയം നിർവചിക്കുന്നു. പരിശീലനവും മാനേജ്മെന്റ് ഉത്തരവാദിത്തങ്ങളും. വിദ്യാഭ്യാസ പരിശീലന മാനേജ്മെന്റിൽ ആസൂത്രണം. ക്ലാസ് റൂം മാനേജ്മെന്റ്. നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പുതിയ ആവേശകരമായ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.